ഓ പാവനാത്മാവേ, അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 36:24 ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ആദ്യ ഭാഗം നമുക്ക് പ്രസ്താവിക്കാൻ സാധിക്കും. ജീവിത പങ്കാളിയായി വലങ്കരം കൊടുത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ജീവിത സഖി ഭാര്യ തൻ്റെ തന്നെ ആത്മരക്ഷ പോലും സ്വാർത്ഥമായി ഒറ്റയ്ക്ക് നേടാൻ പാടില്ല. തൻ്റെ രക്ഷയും ശിക്ഷയും എന്ന് പറയും എന്തു ചെയ്യുന്നതും ഈ ദ്വയ സമന്വയ നേട്ടത്തിന് വേണ്ടിയിട്ട്. ഭാര്യയും ഭർത്താവും ഒന്നാണെന്ന് പറയുന്ന ആ ആത്മസ്വരൂപത്തിൻ്റെ ഐക്യരൂപ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ, വിവാഹിതരായാൽ, ആ പുരുഷൻ്റെ ശ്വാസനിശ്വാസങ്ങളിൽ, നടചലനങ്ങളിൽ, അവൻ്റെ വാഗ്ധോരണിയും കർമ്മവേദിയും എല്ലാം അവളോട് കൂടെയാണ്. എന്തിന് ഒരു നിമിഷം തനിയെ നിൽക്കുമ്പോൾ പോലും യോ എൻ്റെ ജീവിത സഖി അവിടെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് കരുതി പാദങ്ങൾക്ക് വേഗത കൂടും. എല്ലാം അവളുമായി ചേർന്നിട്ടാണ്. ചിന്ത, ഭാവന, സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും ആ ഏക ലക്ഷ്യം തങ്ങൾ ഒരുമിച്ച് എന്നേക്കും. അപ്പോൾ താങ്ങും തണലും ആയി അവൾ ചാരെ ചേർന്നെങ്കിലേ ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഭർത്താവ് പറയുകയുള്ളൂ, സമൂഹം ചൂണ്ടിപ്പറയുകയുള്ളൂ, സാത്വികർ അത് പ്രബോധിപ്പിക്കാനായിട്ട് നാവിലെടുക്കുകയുള്ളൂ. ആകയാൽ അവർ രണ്ടല്ല ഒന്നാണെന്ന് പറയുന്ന വചനം പോലെ തന്നെ എല്ലാ ഉരഞ്ഞ് തേഞ്ഞു പോയി ഒന്നായി ചേർന്ന് പരസ്പരം താങ്ങും തണലുമായി തീരാൻ ഒരു പുരുഷൻ്റെ സർവ്വവിജയങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും പുറകിൽ ഒരു സ്ത്രീയാണ് എന്ന് വരിക്കുന്നത് അതവൻ്റെ ഭാര്യയാണ്. അമ്മയേക്കാൾ ഉപരി ഒരു വിവാഹിതൻ പറയുക തൻ്റെ എല്ലാം തൻ്റെ ഭാര്യയാണ്. വചനഗ്രന്ഥവും അത് തന്നെയാണ് പറയുക. ബൈബിൾ തന്നെ പഠിപ്പിക്കുക, പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ പരസ്പര പൂരകത്വം, ആ അവരുടെ ഐക്യം, ഏകതാബോധം, ഒരേ ദിശയിലേക്കുള്ള നടപ്പ്, ലക്ഷ്യം നേടാനുള്ള ഓട്ടത്തിരക്കുകൾ എല്ലാം നന്മയായി മാറും. ഭാര്യ ഏറ്റവും വലിയ സമ്പത്തായി മാറുമ്പോൾ ഭർത്താവ് ഏറ്റവും വലിയ കനകനിധി പോലെ ഭാര്യയിലും അമരുമെന്നറിയുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.